ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും തന്നെ ഗെറ്റ് റിസൾട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ മികച്ചതാക്കാം എന്നുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇൻസ്റ്റഗ്രാമിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അവയുടെ സ്റ്റോറികൾ എന്നത്. കാരണം നമ്മളെല്ലാവരും ഡെയിലി ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു സ്റ്റോറി, അതായത് നമ്മളൊരാളുടെ സ്റ്റോറി കണ്ടിട്ട് അയാളെ വിലയിരുത്തുന്ന രീതി എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോറി കണ്ടിട്ടും മറ്റൊരാൾ നമ്മളെയും വിലയിരുത്തുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു സ്റ്റോറി, നമ്മളിപ്പോൾ പല വാട്സപ്പുകളിലും പല സ്റ്റാറ്റസ് ഇട്ട് കാണുന്നതാണ്, അതായത് എൻ്റെ സ്റ്റോറി നോക്കി എന്നെ വിലയിരുത്തരുത് എന്ന്. അതായത് പക്ഷേങ്കിൽ ഒരു 90% മുകളിൽ നമ്മുടെ സ്റ്റോറികളിൽ നമ്മളുടെ സ്വഭാവത്തെയും അതുപോലെ തന്നെ നമ്മളൊരു ക്രിയേറ്റിവിറ്റിനെയും ഒക്കെ തെളിയിക്കുന്നൊരു ഘടകമാണ്. അതുകൊണ്ടൊക്കെ തന്നെ പലരും അവരുടെ സ്റ്റോറികൾ മികച്ചതാക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് കുറച്ച് ടിപ്സ്, അതായത് വേറെ ആപ്പിൻ്റെ സഹായമൊന്നുമില്ലാതെ ചെറിയ കുറച്ച് ടിപ്സ് ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ഒരു സാധാ ഫോണിലെടുത്ത ഫോട്ടോ എങ്ങനെ മികച്ച രീതിയാക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളുടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക. ശേഷം നമുക്ക് നമ്മുടെ സ്റ്റോറി ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഇമേജ് സെലക്ട് ചെയ്യണം. അതായത് നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള, അതായത് നല്ല ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം പെൻസിൽ ടൂൾ സെലക്ട് ചെയ്ത് വൈറ്റ് എടുത്തിട്ട് നമ്മൾ ഞെക്കി പിടിക്കുക. അതായത് അതിൽ തൊട്ട് പിടിച്ചാൽ ഫുൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റായി ലഭിക്കുന്നതാണ്. ശേഷം നമ്മൾ മുകളിലുള്ള എറേസർ ടൂൾ എടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം, അതായത് ആ ദിവസത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്ക് എന്താ ഹാപ്പിയാണോ എന്തായാലും നമ്മളിവിടെ ഇപ്പോൾ നമ്മളെ ചാനലിൻ്റെ പേരാണ് എഴുതി കാണിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യവും നമ്മൾ ടൈപ്പ് ചെയ്താൽ വളരെ, അതായത് നമ്മുടെ ഈ ഒരു സ്റ്റോറി കാണുമ്പോൾ തന്നെ ഒരാൾക്കൊരു ക്രിയേറ്റിവിറ്റി ഫീൽ ചെയ്യും, അതായത് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അപ്പോൾ ഇത് നമ്മൾക്ക് എന്തായാലും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ടെക്സ്റ്റിൽ എങ്ങനെ റെയിൻബോ രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ആക്കാം എന്നുള്ളതാണ്. ഇത് സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് തന്നെയാണ്. നമ്മൾ ആദ്യം തന്നെ എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്യുക. നമ്മളിവിടെ നമ്മളുടെ ചാനലിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്യുന്നത്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ ടച്ച് ചെയ്താൽ കാണാവുന്നതാണ് സെലക്ട് ആൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ തൊട്ട് പിടിച്ചാൽ, കളറിൻ്റെ അടിയിൽ തൊട്ട് പിടിച്ചാൽ നമുക്കിത് കാണാവുന്നതാണ്. ശേഷം ഇങ്ങനെ രണ്ട് സൈഡിലും പിടിച്ച് നീക്കിക്കൊണ്ടു, അതായത് രണ്ട് സ്ക്രോളുകളും ഒരുമിച്ച് നീക്കണം. എങ്കിൽ നമുക്ക് ഇതുപോലെ വളരെ അടിപൊളിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ടെക്സ്റ്റുകൾ ലഭിക്കുന്നതാണ്. ഇത് നമ്മുടെ സ്റ്റോറികളെ വളരെ മികച്ചതാക്കുന്നതും അതുപോലെ തന്നെ കാണാൻ കുറച്ചുകൂടി ഭംഗിയാക്കുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള മറ്റൊരു ട്രിക്ക് തന്നെയാണ്. അതായത് നമ്മൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം പെൻസിൽ ടൂൾ സെലക്ട് ചെയ്ത് അതിൻ്റെ സൈസ് മാക്സിമം കുറച്ച് വെക്കുക. ശേഷം നമ്മളിതുപോലെ നമ്മളെ ഫോട്ടോയോ അല്ലെങ്കിൽ ഒരാളുടെ ഫോട്ടോയാണ് സെലക്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗിയായി ലഭിക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഞാൻ വരയുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ വൈറ്റ് കളറിൽ ഇതുപോലെ വരഞ്ഞിടുക. ശേഷം നമ്മൾ എറേസർ ടൂൾ എടുത്തതിന് ശേഷം കുറച്ച് സൈസ് കൂട്ടി നമ്മൾ ഈ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ മായ്ച്ച് പോക്കുകയാണ് വേണ്ടത്. ഇതിൽ ഞാൻ മായ്ക്കുന്ന അതേ രീതിയിൽ മായ്ക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ്. ഇത് നമ്മൾ നേരത്തെ വരഞ്ഞത് ഒരു സാധാ വര മാതിരിയുള്ള ഒരു സംഭവം, പക്ഷേ ഇത് മായ്ച്ച്, അതായത് നമ്മൾ ഇതിൻ്റെ ഒരു വൃത്തിയിൽ, അതായത് ഇതിനൊരു ഡിസൈൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാവുന്നതാണ് ഇത് എത്രത്തോളം മികച്ച ഔട്ട്പുട്ടിലാണ് ലഭിക്കുന്നത് എന്നുള്ളത്. കാരണം ഇതന്നെ നമ്മുടെ സ്റ്റോറിക്ക് ഒരു മികച്ച ലുക്ക് നൽകുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ സ്റ്റോറികൾ മികച്ചതാക്കാനുള്ള ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിൽ സെലക്ട് ചെയ്തോണം ഇതുപോലുള്ളൊരു ഇമേജ് സെലക്ട് ചെയ്ത് നമ്മൾ വീണ്ടും തന്നെ പെൻസിൽ ടൂൾ സെലക്ട് ചെയ്ത് മാക്സിമം സൈസ് കുറച്ച് വെക്കുക. ശേഷം വൈറ്റ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ അതിൽ വരയ്ക്കാവുന്നതാണ്. കാരണം ഇതുപോലെ സ്റ്റാർ, ഇതുപോലെ എന്തെങ്കിലും അടയാളങ്ങളോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ളൊരു ചിത്രങ്ങളോ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതിൽ ഇമേജ് കാണുന്ന അതൊക്കെ ചുറ്റും ഡോട്ടുകൾ ഇടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വരകൾ ഇടുക, ഒക്കെ തന്നെ നമ്മുടെ ഇമേജിനെ എത്രത്തോളം മികച്ചാക്കുമെന്ന് നമുക്ക് മറ്റ് സ്റ്റോറി കാണാം. അതായത് നമ്മളിതിപ്പോൾ ചെയ്ത് നോക്കിയാൽ ഇതൊരു സാധാ ഫോട്ടോ ആയിരിക്കും, പക്ഷേ എങ്കിൽ നമ്മൾ ഇതുപോലെ ഡോട്ടൊക്കെ ഇട്ട് വളരെ നല്ല രീതിയിൽ ചെയ്യുമ്പോൾ അതിന് മികച്ച, അതായത് ഇതൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഫോട്ടോ ആണെന്ന് കാണുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാം.
അടുത്തായിട്ടുള്ള ട്രിക്ക് എന്ന് പറയുമ്പോൾ പലരും ചെയ്തു നോക്കി തന്നെ ആയിരിക്കും. എങ്കിലും ഞാനത് എൻ്റെ രീതിയിൽ തന്നെ പറയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്, അതായത് നമ്മളിപ്പോൾ നമ്മുടെ സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ഇതുപോലെ ടെക്സ്റ്റ് ചെയ്ത് അവിടെ വെക്കുക ഇവിടെ വെക്കുന്നതിനെക്കാട്ടിലും എത്രയോ നല്ല രീതിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. നമ്മളിവിടെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ചെയ്യല്ല, അതായത് സിംഗിൾ ലെറ്റേഴ്സ് മാത്രമായിട്ട് നമ്മൾ ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഹാപ്പി എന്നുള്ളതിൽ എച്ച് മാത്രം സെലക്ട് ചെയ്ത് നമ്മളിവിടെ കൊണ്ടുവച്ച് ശേഷം നമ്മളിവിടെ എ എന്ന ലെറ്റർ ടൈപ്പ് ചെയ്ത് അത് നമ്മൾ ചെറുതാക്കി ഒരു രീതിയിൽ കൊണ്ടുവച്ച്, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ലെറ്റേഴ്സും നമുക്ക് യോജിച്ച്, അതായത് കുറച്ച് ക്രിയേറ്റീവായിട്ട് നമ്മൾ പല സൈഡുകളിലും കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ ഹാപ്പി എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റിനേക്കാളും എത്രയോ ഭംഗിയുള്ളതാണ് നമ്മൾ ഇതുപോലെ ക്രമീകരിച്ചിരിക്കുന്ന ഈ രീതി. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളൊരു സ്റ്റോറി ഇടുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ സ്റ്റോറികളിൽ മറ്റൊരു ആപ്പിൻ്റെ സഹായമൊന്നുമില്ലാതെ, അതായത് നമ്മളൊരു ചെറിയ പെൻസിൽ ടൂൾ മാത്രം തന്നെയാണ് ഇതിന് മുക്കാലുമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റോറി കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മളിതൊക്കെ ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റ് ആപ്പിൻ്റെ സഹായമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിലും മികച്ചതാക്കാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ അടുത്തായിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.